കൃഷ്ണ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഷേടാരതി തൊഴാൻ വേണ്ടി പോവാണ് കാശി അമ്പലത്തിൽ. ഇപ്പോൾ സമയം 8 മണി ആയിട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങി നടക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 2 കിലോമീറ്റർ അത്രേ ഉള്ളൂ. ഞങ്ങളിതേ പോയിക്കൊണ്ടിരിക്കുക. അതെ, ഞങ്ങളുടെ ജൂനിയർ പിള്ളേർ അവിടെയുണ്ട്. രാത്രി അതെ ലീഡ് ചെയ്യുന്നു ഞങ്ങൾ. രാത്രി 10:30-ക്കാണ് ഷേണാരതി. അപ്പോൾ നേരത്തെ പോയി അന്നപൂർണ്ണ കയറി ഫുഡൊക്കെ അടിച്ചിട്ട് അമ്പലത്തിൽ കയറാമെന്ന് വിചാരിച്ചു. ചന്ദന ആദ്യമായിട്ടാണ് ഷേണാരതി കാണാൻ വേണ്ടി പോകുന്നത്. എന്തെങ്കിലും എക്സ്പെക്ടേഷൻ ഉണ്ടോ? ഒരു എക്സ്പെക്ടേഷനും ഇല്ല, കാരണം എനിക്ക് എന്താ സംഭവം അറിയില്ലല്ലോ. അല്ല, കാശി ടെമ്പിൾ കാണാൻ എന്തെങ്കിലും ഒരു എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. ഇല്ല അല്ലേ? ഇവിടെ എത്തിയിട്ട് സ്പിരിച്വൽ പാതയിലേക്ക് പോകുമ്പോൾ എനിക്ക് നല്ല ഡൗട്ടുണ്ട്. അത് ഞാനിങ്ങോട്ട് വരുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞ കാര്യമായിരുന്നു. റിലേറ്റീവ്സൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയായി പോകും എന്നുള്ളത്. അങ്ങനെ ഒരു പേടിയുണ്ടോ? പേടിയില്ല, ഇങ്ങനെ ആയിപ്പോയത് കുഴപ്പമൊന്നുമില്ല. അടുത്ത കൊല്ലം നിങ്ങളിങ്ങോട്ട് വന്ന ഒരു അഗോരി ഞാൻ അവിടെ ഉണ്ടോ. അങ്ങനെ നമ്മൾ നടന്ന് ഗദൗലിയിൽ എത്തിയിട്ടുണ്ട്. ഗദൗലിയിൽ നിന്ന് ഒരു 450-500 മീറ്റർ ഉള്ളൂ കാശി ടെമ്പിളിലേക്ക്. അപ്പോൾ ഇവിടെ ആകെയുള്ളൊരു ക്രിസ്ത്യൻ ചർച്ചാണ് ഇതാ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് വേണം നമ്മൾ കാശി ടെമ്പിളിലേക്ക് പോകാൻ. അവിടെ നിന്ന് പോയി നമ്മളൊരു 3 വേ ഉള്ള ഒരു ജംഗ്ഷനിൽ നമ്മളെത്തും. അവിടെ നിന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അസീഘാട്ട്, ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കാശി ടെമ്പിൾ, നേരെ പോയി കഴിഞ്ഞാൽ ദശാശ്വമേധ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ കാശി ടെമ്പിളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് കുറേ കടകളുണ്ട്. കുറേ സാരി കടകളുണ്ട്, ബനാറസി സിൽക്ക് സാരികളുണ്ട്, അതുപോലെ തന്നെ പല ടൈപ്പ് ഓഫ് സാധനങ്ങൾ കിട്ടുന്ന കടകളുണ്ട്. ഇവിടെ മെയിനായിട്ടും ബനാറസി സാരി, അതുപോലെ ബനാറസിൻ്റെ ഒരു സ്പെഷ്യൽ സിൽക്ക് ബാഗ്, അതുപോലെയൊക്കെ തന്നെ വുഡൻ ടോയ്സ്, അതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് ഫുഡ് സ്പോട്ടുകൾ ഇവിടെയുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇനി ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് കാണണം. അല്ല, ഇതിപ്പോൾ നമ്മൾ അന്നപൂർണ്ണയിലേക്ക് പോകും ആദ്യം ഫുഡ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെ ഒന്നിൽ കൂടുതൽ അന്നപൂർണ്ണകളുണ്ട്. ഇപ്പോൾ ഓർണത്തിലേക്ക് പോകുന്നതാണ് മെയിനായിട്ടുള്ളത് വരുന്ന. നമ്മുടെ കാശി ടെമ്പിളില്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ് അന്നപൂർണ്ണ ദേവിയുടെ ക്ഷേത്രമുണ്ട്. അപ്പോൾ ഇവിടെ ഫ്രീ ആയിട്ട് അന്നദാനം കൊടുക്കുന്നുണ്ട് ആളുകൾ. ഇതാണ് അന്നപൂർണ്ണ എന്ന് പറയുന്നത്. ഇവിടെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടുക. കാശി ടെമ്പിളിൽ വരുന്നവർ മിസ് ചെയ്യാണ്ട് ഫുഡ് കഴിക്കേണ്ട ഒരു സ്ഥലമാണ് അന്നപൂർണ്ണ. അപ്പോൾ ഇവിടെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർ വഴക്ക് പറയും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് എടുത്ത കുറച്ച് ക്ലിപ്സാണിത്. ഇഡ്ഡലിയും കിഴങ്ങ് ബജിയും സാമ്പാറും പിന്നെ ചമ്മന്തിയായിരുന്നു നമുക്ക് കിട്ടിയത്. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് അന്നപൂർണ്ണ. ഇപ്പോൾ രാത്രി നമുക്ക് ഇഡ്ഡലി, വട, സാമ്പാർ, ചമ്മന്തിയാണ് കിട്ടുക. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്ന് കിട്ടിയത് വട കിട്ടിയില്ല, നമുക്ക് ഇന്ന് കിഴങ്ങ് ബജിയാണ് കിട്ടിയത്. വട ഉണ്ടാവാറുണ്ട്. ഇനി നമുക്ക് കാശി ടെമ്പിളിൽ പോവാം. ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു അന്നപൂർണ്ണ? കൃഷ്ണ റിവ്യൂ പറയൂ അന്നപൂർണ്ണ ഫുഡിൻ്റെ. നമ്മളെ ഗോ ടു ഫുഡ് സ്പോട്ടാണ്. അന്നപൂർണ്ണ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിൽ വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. അടിപൊളി ഫുഡാണ്. നമ്മൾ സൗത്ത് ഇന്ത്യൻസിന് കൈൻഡ് ഓഫ് സർവൈവൽ ഫുഡ്. അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് എന്ന് വരാൻ പറ്റുമായിരുന്നു, ഞങ്ങൾ എന്നും വന്നേ. പക്ഷെ ഞങ്ങൾ നടന്ന് വന്ന് കഴിച്ചിട്ട് പോകുമ്പോഴത്തേനും കഴിച്ച സാധനം ദഹിച്ചു പോകും. അല്ലായിരുന്നു ഞങ്ങൾ ഉറപ്പായിട്ടും എന്ന് വന്ന് ഫുഡ് കഴിച്ചാണ്. അതുപോലെ ഉച്ചയ്ക്ക് നമുക്കിവിടെ ചോറ്, കറിയൊക്കെ കിട്ടും. ഒരു നല്ല പരിപാടിയാണ് അന്നപൂർണ്ണ എന്ന് പറയുന്നത്. രാവിലെ നമുക്ക് ഇഡ്ഡലി, വട, സാമ്പാർ, ചമ്മന്തി അതൊക്കെ തന്നെയാണ് കിട്ടുന്നത്.
ഇവിടെയാണ് നമ്മൾ ചെരുപ്പ് വയ്ക്കുന്ന സ്ഥലം. ഇവിടെ 24 hours ഈ ഒരു സ്ഥലം അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ട് നമുക്ക് ചെരുപ്പ് വയ്ക്കാം. അല്ലാത്ത സ്ഥലത്ത് നമ്മൾ ചെരുപ്പ് വയ്ക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളവിടെ പൈസ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെയാണ് ചെരുപ്പ് സാധാരണ വെക്കാറ്, ഇവിടെ വരുന്ന സമയത്തല്ല. നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ ഫോണും ചെരുപ്പൊന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ചെരുപ്പ് അവിടെ ഫ്രീ ആയിട്ട് വെക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ മൊബൈൽ വെക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെയാണ് നമ്മൾ മൊബൈൽ വെക്കുന്നത്. ഇവിടെ വെക്കുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് പ്രസാദം വാങ്ങിക്കണം, അകത്ത് കൊടുക്കാനുള്ള പ്രസാദമല്ല, പൂവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങണം. അത് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. जाके वही चढ़ल भगवान ने चढ़ी बा ये चढ़ल चीजिया दे के ले पैसा आज दिया 50 100 रुपया पैसा दे दो तो 100 रुपये में चाहिए, सिर्फ ये नहीं चाहिए, सिर्फ ये 100 रुपये അതെ, നമ്മൾ വാങ്ങിയത് ഇതാണ്. ഇതെന്താടി സംഭവം? प्रसाद ഓ लाल पेड़ा ഓ ലാൽ പേട. അങ്ങനെ നമ്മൾ ആരതിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 11:15. 10:30 സ്റ്റാർട്ട് ചെയ്ത് 11:15 വരെയാണ് ആരതി ഉണ്ടാവുക. ഇതൊരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ കാശിയിൽ വരുന്ന എല്ലാവരും എന്തായാലും ഇത് കണ്ടിട്ടേ പോകാമുള്ളൂ. അധികം ആളുകൾക്ക് അങ്ങനെ അറിയില്ലാത്തൊരിതാണ്. എല്ലാവർക്കും മെയിനായിട്ട് അറിയാവുന്നത് രാവിലത്തെ ഗംഗാരതി, വൈകുന്നേരത്തെ ഗംഗാരതി. ക്ഷേണാരതി ആർക്കും അധികം അറിയില്ലാത്തതാണ്. ഞങ്ങളും കഴിഞ്ഞ കൊല്ലം ഏകദേശം അവസാനമൊക്കെ ആയപ്പോഴാണ് അറിഞ്ഞത്. എങ്ങനെയുണ്ടായിരുന്നു പ്രശ്ന എക്സ്പീരിയൻസ്? എല്ലാ പ്രാവശ്യവും ഇവിടെ വന്ന് ഈ ആരതി കാണുമ്പോഴേ ആക്ച്വലി ഇറ്റ് ഫീൽസ് ലൈക്ക് ബാക്ക് ടു ബനാറസ്. കാശിയിൽ തിരിച്ചുള്ളപ്പോൾ നമുക്ക് തോന്നണമെങ്കിൽ ഈ ആരതി ഒന്ന് കാണും, മസ്റ്റ്. 10:30 തുടങ്ങുക. അറൗണ്ട് 10 o'clock നമുക്കിവിടെ എന്താ പറയുക വന്നാൽ ആരതി കാണാൻ പറ്റും. ലോക്കൽസിൻ്റെ ഒരു എന്താ പറയുക, അവരുടെ ഒരു ടൈമാണത്. അവരുടെ പ്രയാസ്, അവരുടെ പൂജ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സോ വിൽ ബി ദെയർ, എൻജോയ് ചെയ്ത മൊമെൻ്റ് എൻജോയ് ചെയ്ത്. അതെ, അവർ പാട്ട് പാടുകയാണ് ശരിക്കും. അതിൻ്റെ ഉള്ളിൽ ഭജനാണ് ചെയ്യുന്നത്, ഹിന്ദിയിലെ ഭജനാണ് ചെയ്യുന്നത്. ഒരു 2 റൗണ്ട് ഭജൻ ഉണ്ടാവും നമ്മൾ കാശിയുടെ അടുത്ത്. അത് കഴിഞ്ഞ് നമ്മൾ ലക്ഷ്മിജിയുടെ അടുത്ത് പോയിട്ട് അവിടെ ഒരു ചെറിയൊരു ആരതി കൂടി കഴിഞ്ഞിട്ട് പ്രസാദം വാങ്ങിയിട്ടാണ് നമ്മൾ തിരിക്കുന്നത്. 45 minutes ഭയങ്കര ഒരു മെഡിറ്റേറ്റിംഗ് കൈൻഡ് ഓഫ് ഒരു അനുഭവമാണ്. ഒരു വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ വരുന്നവർ മിസ് ചെയ്യാതിരിക്കുക. ഇത് ഇങ്ങനെ ഉണ്ടായിരുന്നു. പറ മുങ്ങല്ലേ? നല്ല ആരതിയായിരുന്നു. വളരെ ഡിവൈൻ ഫീലിംഗ് കിട്ടി. നല്ല പീസ്ഫുള്ളായിരുന്നു. അത്രേ ഉള്ളൂ. അങ്ങനെ അതേ ദർശനമെല്ലാം കഴിഞ്ഞ് നമ്മളൊരു ഓട്ടോയൊക്കെ എടുത്ത് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഈ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേനും അവിടെയുള്ള കുറേയേറെ കടകളെല്ലാം അടയ്ക്കും. അപ്പോൾ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതെ ഫൈനലി നമ്മൾ റൂമിലെത്തി. അപ്പോൾ അതെ ഇതായിരുന്നു ആ പ്രസാദത്തിൻ്റെ ബോക്സ്. എന്തോ പേട പോലത്തെ സാധനമാണ്. കഴിച്ചോട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്, വലിയ മധുരമില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും കാശിയിലെ ഇഷ്ടംപോലെ വിശേഷങ്ങൾ വരാനുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ വീഡിയോസ് കാണുക. കീപ് വാച്ചിങ് ആൻഡ് താങ്ക് യു ഓൾ.